ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ അഖിനാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ജിന്നിൻ്റെ അവൻ്റെ ഫോട്ടോസ് ലീക്കാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജിന്നും ജെയ്ഡും പിന്നെ ജൂഡിയും കൂടെയൊക്കെ ചേർന്നിട്ട് അത് അഖിൻ്റെ ഫോട്ടോ അല്ല, താനും ജൂഡിയും കൂടെ ഒരുമിച്ചുള്ള ഒരു മൂവിയുടെ സീനാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖിനും ജിന്നും വീണ്ടും ഒന്നിച്ചിട്ടും ഉണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് അങ്ങനെ അവർ ഒന്നിച്ചതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ആയിട്ട് അഖിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ നൈറ്റ് ആണെങ്കിൽ ഒരുമിച്ച് ഹഗ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അഖിൻ ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ വന്നിരുന്ന് അവൻ്റെ മുത്തശ്ശി നേരത്തെ അയച്ച കത്തിന് മറുപടിയായിട്ട് ഒരു റിപ്ലൈ ഒക്കെ എഴുതുന്നതാണ്. ആ സമയം ജിന്നു ഉറക്കം എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരിന്ന് സംസാരിക്കുന്ന സമയം അഖിനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജിന്നിന് ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മോതിരം എവിടെയാണ്, നീ കൊണ്ട് കളഞ്ഞോ എന്ന് അഖിനിപ്പോൾ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഇല്ല, അത് ഞാൻ എങ്ങനെ കളയും, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൈ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ അഖിൻ്റെയും ജിന്നിൻ്റെയും മോതിരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അഖിൻ നോക്കുമ്പോൾ അതിലെന്തൊരു വ്യത്യാസം കണ്ടിട്ട് നീ എന്താ ഇത് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അഖിൻ നോക്കുമ്പോൾ ആ ഒരു മോതിരത്തിൻ്റെ അകത്തായിട്ട് മീ തെസോരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിധി എന്നാണ്, അതായത് നീ എൻ്റെ നിധിയാണ് എന്നിങ്ങനെ പറയുന്ന പോലെ ഒരു അർത്ഥം. അപ്പോൾ അതിങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് അഖിനാണെങ്കിൽ നീ ഇത്രയൊക്കെ ഇതിൻ്റെ അത് ചെയ്തോ എന്നുള്ള രീതിയിൽ ജിന്നിനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും അവരുടെ റിങ്സ് പരസ്പരം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഖിൻ എന്നിട്ട് ജിന്നിൻ്റെ അടുത്ത് എന്നെ രക്ഷിക്കാനായിട്ട് നീയും ജൂഡിയും അത് നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഐഡിയ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നി ഇത് എൻ്റെ ജൂഡിയുടെ ഐഡിയ അല്ല, ജെയ്ഡിൻ്റെ ഐഡിയ ആണ്. ജെയ്ഡിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ കുറേ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ജെയ്ഡാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ നിനക്ക് ഇത്രയും കെയറിങ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉള്ളത് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിൻ ജെയ്ഡിന് എന്നെ കുഞ്ഞിനെ തൊട്ടേ അറിയാമെന്നുള്ളതാണ്, അതുകൊണ്ട് തന്നെ ജെയ്ഡ് എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ലെറ്ററാണ് എഴുതിക്കൊണ്ടിരുന്നതെന്ന് കാണുമ്പോഴത്തേക്കും ജിന്ന് നിൻ്റെ മുത്തശ്ശിക്കാണ് എഴുതുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അഖിനപ്പോൾ അതേന്നും പറയുന്നുണ്ട്. ആ സമയം തന്നെയാണ് അഖിൻ്റെ അമ്മ അവനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അഖിനങ്ങ് ഷോക്കാവുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറയുമ്പോൾ ജിന്നും അഖിനെ സമാധാനിപ്പിക്കുകയാണ്. സംഭവം പറ്റുന്നതല്ല, അഖിൻ്റെ മുത്തശ്ശി മരിച്ചു പോയായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അഖിനും ജിന്നും കൂടെ ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവൻ്റെ മുത്തശ്ശീനെ കാണുമ്പോഴത്തേക്കും അഖിൻ കരയാനായിട്ട് തുടങ്ങുകയാണ്. അവൻ്റെ അമ്മയും അച്ഛനും എല്ലാം ആ റൂമിൽ നിന്ന് മാറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഖിൻ കരയുന്ന സമയത്ത് അവൻ മുത്തശ്ശിക്കായിട്ട് എഴുതിയ മറുപടി ആയിട്ടുള്ള കത്ത് അത് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ അഖിനാണെങ്കിൽ തൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ജിന്നിനെ മീറ്റ് ചെയ്തത് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അവൻ്റെ കരിയറിൽ സംഭവിച്ച കാര്യം, അവനും ജിന്നും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ലീക്കായ ഫോട്ടോസിൻ്റെ കാര്യം, എന്നാൽ ജിന്നാണെങ്കിൽ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം, തന്നെ സപ്പോർട്ട് കൊടുത്ത കാര്യം, പിന്നെ കുഞ്ഞായിരുന്നപ്പോൾ മുത്തശ്ശിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ അവനിങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ജിന്നിനും സങ്കടമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ വീട്ടിൻ്റെ ബാൽക്കണിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് അഖിൻ്റെ അമ്മ ഒരു ലെറ്റർ എടുത്തോണ്ട് ജിന്നിൻ്റെ കൈ കൊടുത്തിട്ട് ഇത് അഖിൻ്റെ മുത്തശ്ശി അവന് വേണ്ടിയിട്ട് എഴുതിയ അവസാനത്തെ കത്താണ്, ഇതൊന്ന് അവൻ്റെ കൈ കൊടുത്തേക്കാനായിട്ട് പറയുന്നുണ്ട്. ജിന്നങ്ങനെ ആ ഒരു കത്ത് അഖിത്തെ കൊണ്ട് കൊടുക്കുമ്പോൾ അതെനിക്കിപ്പോൾ വായിക്കണ്ട, എനിക്കിപ്പോൾ വായിക്കാൻ തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നൈറ്റ് ടൈം ആവുകയാണ്. ജിന്നും അഖിനും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല, ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ അഖിൻ്റെ റൂം, ആ റൂമിലാണ് അവരിപ്പോൾ കിടക്കുന്നത്. അങ്ങനെ ഒരു സീലിംഗ് നോക്കിയൊക്കെ കിടക്കുന്ന സമയത്ത് സീലിങ്ങിൽ കുറേ സ്റ്റാർസിൻ്റെയൊക്കെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി കിടക്കുന്ന സമയത്ത് ജിന്നാണെങ്കിൽ നിൻ്റെ റൂം കാണാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അഖിന സമയം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊരു സ്വപ്നം വന്നിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സ്റ്റാർ ആവണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ എൻ്റെ മുത്തശ്ശിയാണ് ഈ സ്റ്റിക്കറെല്ലാം ഇവിടെ ഒട്ടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ആലോചിച്ചാൽ മുത്തശ്ശിനെ വിഷമിക്കുന്ന സമയത്ത് അഖിൻ്റെ കയ്യിൽ അവൻ്റെ അമ്മയാണെങ്കിൽ മുത്തശ്ശി നിനക്ക് അവസാനമായിട്ട് എഴുതിയ കത്താണെന്ന് പറഞ്ഞ് കൊടുത്ത ആ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ജിന്നും അഖിനും ഒരുമിച്ച് വേണം ഇത് വായിക്കാനെന്ന്. അങ്ങനെ അഖിനാണെങ്കിൽ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിന്ന് നമുക്കിത് വായിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അഖിനാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതപ്പോൾ വായിക്കുന്നില്ല. പിന്നീട് അവർ ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അഖിൻ ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. അവനങ്ങനെ എഴുന്നേറ്റ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മുത്തശ്ശി ദൂരെയുള്ളൊരു ടേബിളിലായിട്ട് ഇരിക്കുന്ന കാണുന്നുണ്ട്. അവനെ മുത്തശ്ശീനെ കണ്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും ജിന്നു എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി ഫസ്റ്റ് നമുക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അഖിൻ്റെ അടുത്ത് അപ്പോൾ ഇതാണല്ലേ ജിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ലെറ്ററിൽ മുത്തശ്ശിക്ക് വേണ്ടി നേരത്തെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ആ സംഭവങ്ങളെല്ലാം, അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നു അഖിനെ മീറ്റ് ചെയ്തതും അഖിൻ്റെ ലൈഫിൽ സംഭവിച്ചതൊക്കെ പറഞ്ഞിട്ട് അവർ
ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അഖിൻ കരയാനായിട്ട് തുടങ്ങിയിട്ട് മുത്തശ്ശീനെ ഇതുവരെ കാണാനായിട്ട് വരാത്തതിൽ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ നീ എന്തിനാ സോറി ചോദിക്കുന്നത്? നിൻ്റെ അടുത്ത് ഞാൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നെ കാണാനായിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണ്ടാന്ന്. അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട. എനിക്കൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, നീ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നീയാണെങ്കിൽ എല്ലാത്തിനേക്കാളും നല്ല തിളങ്ങി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് മുത്തശ്ശീനെ ഹഗ് ചെയ്യുകയാണ്. ജിന്നും ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി അവനും ഒരുമിച്ചുണ്ടായിരുന്ന കുഞ്ഞിലത്തെ ഒരു കാര്യം അവൻ ആലോചിക്കുന്നുണ്ട്. ഇത് കഴിയുന്നതും അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. ഇത്രയും കണ്ടതൊരു സ്വപ്നം മാത്രമായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ജിന്ന് ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവർ റെഡിയായിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ നിൽക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അഖിലപ്പോൾ അത് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ജിന്നിനെയും കൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അഖിലാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് നീയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ കയറിയ സമയത്ത് അവിടെയാണെങ്കിൽ ഒരു നാടകത്തിൻ്റെ പോസ്റ്റർ ഇരിക്കുന്നത് കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിന്ന് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അഖിലപ്പോൾ ആ നാടകം കഴിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് ആക്ടർ ആവാൻ താല്പര്യമുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ജിന്ന് ശരിക്കും അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അഖിനപ്പോൾ അതേന്ന് പറയാണ്. അങ്ങനെ അവർ നടന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അഖിനാണെങ്കിൽ ജിന്നിനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു തിയേറ്റർ പോലെ ഒരു സ്ഥലമാണ്. അതിപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അതിപ്പോൾ ഉപയോഗമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ എല്ലാം തന്നെ തുണിയൊക്കെ വെച്ച് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഖിൻ ജിന്നിൻ്റെ അടുത്ത് ഈ ഒരു തിയേറ്ററിൽ എൻ്റെ മുത്തശ്ശി മുമ്പ് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു നാടകത്തിൽ നായികയായിട്ടാണ് അഭിനയിച്ചത്. ആ നാടകം എഴുതിയതും എൻ്റെ മുത്തശ്ശി തന്നെയാണ്. അത് കണ്ട സമയത്ത് എനിക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് അഭിനയിക്കണമെന്ന് തോന്നിയായിരുന്നു. എന്നാൽ ഞാൻ ആ സമയത്ത് നല്ല കുഞ്ഞായിരുന്നു. പിന്നീട് വലുതായപ്പോൾ മുത്തശ്ശിക്ക് വയ്യാതാവുകയും ചെയ്തു. ഞാനാണെങ്കിൽ മുത്തശ്ശീനെ കാണാൻ വരാനായിട്ട് ഒത്തിരി വൈകിപ്പോയി. പിന്നെ ഇന്നലെ ഞാൻ നിന്നെയും മുത്തശ്ശീനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ നമ്മൾ മൂന്നേരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്ന ആ സമയം അഖിൻ്റേത് മുത്തശ്ശിയാണെങ്കിൽ അവന് വേണ്ടി വെച്ചിരുന്ന ആ ഒരു കത്തും കൂടെ എടുത്ത് കൊടുത്തിട്ട് നമുക്കിതിപ്പോൾ വായിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് വായിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി അതിൻ്റെ അകത്ത് അഖിനോട് ഞാൻ നിൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയെന്നല്ല ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരു വെക്കേഷന് പോവുകയാണ്, ഞാൻ നിന്നെ ഇട്ടിട്ട് പോവുകയാണെന്ന് ഒന്നും വിചാരിക്കരുത്. നീ എന്നെ കാണാൻ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നീ വരുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എപ്പോഴും എന്നെ കാണാൻ വന്നിട്ട് നീയാണെങ്കിൽ അങ്ങനെ നിൻ്റെ സമയം കളയേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു കാര്യം ഓർത്തിട്ട് നീ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. നീയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ജിൻ നീയാണെങ്കിൽ അഖിനെ നന്നായിട്ട് തന്നെ നോക്കിക്കോണം. അവൻ പുറത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് എന്നെ പോലെയാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അവൻ വീക്കാവും. അതുകൊണ്ട് തന്നെ അവന് നല്ല സപ്പോർട്ട് എടുത്ത് അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ അതുമാത്രമല്ല എൻ്റെ മരണാനന്തര ചടങ്ങിൽ നിങ്ങളാണെങ്കിൽ ഒത്തിരി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് മാത്രം നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും അഖിൻ നന്നായിട്ട് കരയുന്നുണ്ട്. ജിൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയുടെ ആ ഒരു ചടങ്ങുകളെല്ലാം തന്നെ കഴിയുന്നുണ്ട്. ചടങ്ങ് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് മീഡിയാസ് വരുന്നുണ്ട്. ഇപ്പം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൻ്റെ മുത്തശ്ശി മരിച്ചെന്ന്. അതുകൊണ്ട് തന്നെ മീഡിയാസ് വന്നിട്ട് അഖിൻ്റെ ഫാൻസെല്ലാം വിഷമത്തിലാണ്. അഖിൻ ഓക്കെ ആണോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, തിരിച്ചെപ്പോഴാണ് അഭിനയത്തിലോട്ടൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ഞാനിപ്പോൾ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്, ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ റെഡിയാക്കണമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അവരൊക്കെ എങ്ങനത്തെ സിനിമാസാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു നാടകം പോലെ വരുന്നതാണ്, ഒരു സ്റ്റേജ് പ്ലേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജെയ്ഡും സൈനും എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ജിന്നുള്ള കമ്പനിയായ സിഗ്മ കമ്പനിയുടെ മാനേജർ വരുന്നത്. മാനേജർ വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ മാനേജർ വരുമ്പോൾ ക്യാമറ ഫോക്കസൊക്കെ അങ്ങോട്ടാവുന്നുണ്ട്. ആ സമയം മാനേജർ ചെന്നിട്ട് അഖിൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ജിന്നാണെങ്കിൽ സാറെങ്ങനെ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കിവിടെ വരാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പിന്നെ ഒത്തിരി തവണ ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ജിന്ന് അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം പയ്യനാണെങ്കിൽ നീ മാറ്റി വെച്ച ആ ഒരു മൂവിയുടെ വർക്ക് അതിനി നീക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, അതിനി നീക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്, കോൺട്രാക്ട് തന്നവരൊക്കെ. അതുകൊണ്ട് തന്നെ അത് ചെയ്യണതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ വർക്കിൻ്റെ കാര്യം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും തള്ളിക്കളയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും പോകുന്നുണ്ട്. സിന്നും ജെയ്ഡൊക്കെ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സിന്നും അഖിൻ്റെ അടുത്ത് നന്നായിട്ടിരിക്കുക, ജിൻ അഖിനെ നോക്കിക്കോളാനൊക്കെ പറഞ്ഞിട്ട് സിന്നും അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നൈറ്റ് ആകുമ്പോൾ അഖിനാണെങ്കിൽ അവൻ്റെ മുത്തശ്ശി റൂമിൽ ഡ്രോയറൊക്കെ നോക്കുന്ന സമയത്ത് അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ മുത്തശ്ശി അഭിനയിച്ച അവൻ്റെ മുത്തശ്ശി എഴുതിയ ആ ഒരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് അവന് കിട്ടുന്നുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ടാണ് അവന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയത്. പിന്നെ ആ സ്ക്രിപ്റ്റാണ് അവനിപ്പോൾ ഒരു സിനിമയാക്കാൻ ആഗ്രഹമുള്ളത്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയ്ഡ് അങ്ങോട്ടേക്ക് വരുന്നതും. ജെയ്ഡും ആ ഒരു നാടകം കണ്ടിട്ടുണ്ടായിരുന്നു. ജെയ്ഡിനും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അഖിനാണെങ്കിൽ ഞാനിത് സിനിമയാക്കിക്കോട്ടെ, എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി തരാമെന്നൊക്കെ ചോദിക്കുമ്പോൾ
ജെയ്ഡാണെങ്കിൽ നീ ചെയ്തോ, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിൻ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതിന് താങ്ക്സ് എന്ന് പറയാണ്. ആ സമയം ജിൻ അവനെ വിളിക്കുന്നതുകൊണ്ട് തന്നെ അഖിൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയം ജെയ്ഡ് ആരെയോ കോൾ ചെയ്തിട്ട് ആ ഒരു നാടകത്തിൻ്റെ റൈറ്റ്സ് എല്ലാം വാങ്ങാനായിട്ട് പറയുന്നുണ്ട്. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാടകം അതിപ്പോൾ റിലീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അതിൻ്റെ അവകാശികളായിട്ടുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ അടുത്ത് നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഇതിനെ വീണ്ടും റീമേക്ക് ആക്കാൻ ഇവർക്ക് പറ്റത്തുള്ളൂ. അതിൻ്റെ ആ ഒരു പെർമിഷൻ വാങ്ങാനായിട്ടാണ് ഇപ്പോൾ ആരെയോ വിളിച്ച് ജെയ്ഡ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് സിഗ്മ എൻ്റർടൈൻമെൻ്റ് മാനേജറിനെയാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിനാണെങ്കിൽ അവൻ്റെ മുത്തശ്ശിയുടെ ആ ഒരു സ്റ്റേജ് പ്ലേയുടെ പേര് ഫ്ലവർ ആൻഡ് ടിയർ എന്നാണ്. ആ ഒരു സ്റ്റേജ് പ്ലേ അവനാണെങ്കിൽ സിനിമയാക്കാൻ പോവാണെന്ന്. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് എല്ലാം വാങ്ങാനായിട്ട് ജെയ്ഡ് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ ആരെയോ വിളിച്ചിട്ട് അതിൻ്റെ പെർമിഷൻ എനിക്ക് വേണം, അതെല്ലാം തന്നെ എനിക്ക് വേണം, പൈസയൊന്നും എനിക്കൊരു പ്രശ്നമില്ല, എത്ര വേണോ തരാം, അതിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. ആരെങ്കിലും ഇനി അത് വേണമെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ അത് സിഗ്മ കമ്പനിക്ക് ഓൾറെഡി കൊടുത്തു എന്നങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അയാൾ കോൾ കെട്ടിയാണ്. ഇയാളിപ്പോൾ ശരിക്കും അഖിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അഖിനെ കാണിക്കുമ്പോൾ അഖിനും ജിന്നും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ വീട്ടിൽ, അതായത് അവൻ്റെ മുത്തശ്ശി താമസിച്ചിരുന്ന ആ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അഖിനാണെങ്കിൽ ഇപ്പോൾ ഇരുന്നിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ആ ഒരു സ്റ്റേജ് പ്ലേയുടെ എഴുതുന്ന സമയത്ത് അവന് കുറേയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ജിന്നിൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരുണ്ടെങ്കിലും ആ ഒരു സീനൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ട് ആ ഒരു ഹെൽപ്പിലൂടെ അവൻ എന്താണ് ഡയലോഗെന്നും അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ എഴുതുന്നുണ്ട്. ആ സമയം ജിന്നിനൊരു കോൾ വരുന്നതുകൊണ്ട് തന്നെ ജിന്ന് മാറി എന്ന് സംസാരിക്കുകയാണ്. വിളിച്ചത് അഖിൻ്റെ അസിസ്റ്റൻസുമാരിൽ ഒരാളായിരുന്നു. അയാളെ വിളിച്ചിട്ട് നീ എന്തിനാ ഇങ്ങനെ വർക്കിന് വരാതിരിക്കുന്നത്, നീയാണെങ്കിൽ ഇതിൻ്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫൊന്നും ഒരുമിച്ച് കൊണ്ടിടരുത്, നീ ഇപ്പം നമ്പർ 1 ആക്ടറായിട്ടുള്ളൊരു പയ്യനാണ്, അതുകൊണ്ട് ഇങ്ങനെ വർക്കിന് വരാതിരുന്ന് കഴിഞ്ഞാൽ നിനക്കല്ല പ്രശ്നം ഉണ്ടാകുന്നത്, ഞങ്ങൾക്കൊക്കെയാണ്, അതുകൊണ്ട് നേരെ വർക്കിന് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ ഓക്കെ ഞാൻ നാളെ തൊട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അഖിനും ജിന്നും കൂടെ ആയിട്ട് അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നതാണ്. അങ്ങനെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് ഒരു പൂ വന്നിട്ട് ഇങ്ങനെ തറയിലേക്ക് വീഴുന്നുണ്ട്. അതിങ്ങനെ അഖിനെടുത്ത് നോക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം വേണ്ട അവർ കാറിലേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വീടെത്തുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അഖിനാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, നാളെ വർക്കുള്ളതാണ്, പിന്നെ സ്ക്രിപ്റ്റ് എഴുതാനും നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ജിന്ന സമയം എനിക്ക് എന്തെങ്കിലും ഒന്ന് തരാനായിട്ട് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന കിസ്സൊക്കെയാണ്. അഖിനപ്പോൾ അതിനൊന്നും സമയമില്ല, തമാശ കളിക്കരുത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ഒരു 1000 രൂപ എടുത്ത് കൊടുത്തിട്ട് പൈസ തന്നാലും തരത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അഖിനല്ലേ ആള്, അവനത് വാങ്ങുന്നതുകൊണ്ട് ജിന്നിന് കവളിലൊരു കിസ്സ് കൊടുക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡ് വിളിച്ചിട്ട് അവനൊരു കാര്യം പറയുന്നത്. അങ്ങനെ പിന്നീട് അവർ നേരെ ജെയ്ഡിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാണ്. അവിടെ ഇപ്പോൾ സൈനും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ആ സമയം ഒരു ന്യൂസും പോകുന്നുണ്ടായിരുന്നു. അതായത് സിഗ്മ കമ്പനി അഖിൻ്റെ മുത്തശ്ശിയുടെ സ്റ്റേജ് പ്ലേയുടെ എല്ലാം ആ ഒരു പെർമിഷൻസ് വാങ്ങിച്ചെടുത്തു എന്ന്. അങ്ങനെ ഇപ്പോൾ അയാളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ന്യൂസ് കാണുന്ന ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ഒരു വഴിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡ് സിഗ്മ കമ്പനിയുടെ മാനേജറിൻ്റെ അടുത്ത് കാല് പിടിച്ച് ചോദിച്ചാലും അയാൾ ആ വർക്ക് തരുമെന്ന് തോന്നുന്നില്ല. അഖിന് ഇത് കൊള്ളൂന്ന് മനസ്സിലായിട്ട് അയാൾ മനഃപൂർവ്വം ചെയ്ത കാര്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നും പറയുന്നുണ്ട്. അഖിന് ആ സമയം എൻ്റെ മുത്തശ്ശിയുടെ ആ ഒരു വർക്ക് തിരിച്ചു കിട്ടാനായിട്ട് കാല് പിടിക്കാനും ഞാൻ റെഡിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഖിൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ അഖിനും ജിന്നും ഒരുമിച്ച് എൻജോയ് ചെയ്തൊരു മൊമെൻറ്റും കൂടെ കാണിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നൊരു ബൈ.